അങ്കനേ ചാരുശീലേ ഇന്ദു നീ ചെയ്വോ ബാലേ ഹന്ത ഗ്രീഷ്മ ചൂഴുന്നു അന്തരംഗം നേരുന്നു അങ്കനേ
മനോഹരമായ ഈ വിഷു സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാനികേതൻ സ്കൂൾ ഓഫ് ആർട്സിലെ 8 കുട്ടികളുടെ അരങ്ങേറ്റമാണിന്ന്. നൃത്ത അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ തന്നെ അതിമനോഹരമായ സംഗീത നൃത്ത സാന്ദ്രമായ ഒരു സായാഹ്നം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങളെ എല്ലാവരെയും ഈ മനോഹര സായാഹ്നത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു നൃത്ത സന്ധ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്കാദ്യം എപ്പോഴും ദീപം തെളിയിച്ചുകൊണ്ടാണ് ഏത് ചടങ്ങും ആരംഭിക്കുന്നത്, അല്ലേ? നമുക്ക് പ്രകാശം പരത്തുന്നതാണ് ദീപം. ആ പ്രകാശത്തിലേക്ക് നമുക്ക് ഏവർക്കും എത്താം. ഞങ്ങളുടെ ഏറ്റവും ബഹുമാന്യയായ ഭാഗ്യലക്ഷ്മി മാഡത്തെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാഡത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവില്ലേ, അവിടെ ഇരുന്ന് കേൾക്കുകയല്ലായിരുന്നോ ആ ശബ്ദം? വേറെ എന്താ പറയണ്ടേ, എന്തു മനോഹരമാണ്. ഇനി കാണാനിരിക്കുന്ന പൂരം ഞാൻ മുന്നേ എന്തിനാ പറയുന്നത്, നിങ്ങൾ കേട്ടറിഞ്ഞോളൂ. ഇനി നമുക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും നൃത്ത ഗുരുവായ കല ടീച്ചറിനെയാണ്. കലാനികേതൻ്റെ നട്ടെല്ല്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ടീച്ചർ, വെൽക്കം. നമുക്കിവിടെ നമ്മുടെ ഈ കുട്ടികളോടൊപ്പം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി, നൃത്തം ചെയ്യുന്നതിനായി, അവരോടൊപ്പം അവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നതിനായി RLV എന്ന വലിയ ഗുരുകുലത്തിൽ നിന്ന് കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അവരിൽ ഒരുപാട് സ്നേഹത്തോടെ അവരുടെ പ്രതിനിധിയായി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ തൻവി മാഡത്തെ. മാഡത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ആദ്യമായി ഭരതനാട്യത്തിൽ ഡിഗ്രി കരസ്ഥമാക്കിയ ഒരു ട്രാൻസ്ജെൻഡർ വുമണാണ് മാഡം. നമുക്കൊക്കെ ഒരുപാട് അഭിമാനത്തോടു കൂടി മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അതിലേക്ക് പങ്കുചേരാനായി നമ്മുടെ അരങ്ങേറ്റത്തിന് പങ്കെടുക്കുന്ന, ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താവിൻ്റെ പ്രതിനിധിയായി ശ്രീമതി എലിസബത്ത്, എലേന എന്ന കുട്ടിയുടെ പാരൻ്റാണ് ശ്രീമതി എലിസബത്ത് മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഒരാളും വേണ്ടേ? നിങ്ങളാരും എന്താ ഒന്നും പറയാത്തത്? വേണം. അപ്പോൾ അതിൽ ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ്, സന നിസാർ. വെൽക്കം. നമുക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അരങ്ങേറ്റം ആരംഭിക്കാം. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणाम्बुरासी धीं तारा जतुलतो నిరంతరం నీకు నివాళినివ్వాలని నాలో ఆవేదనే
ഒരു നൃത്ത അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അതിനു പിന്നണിയിൽ എന്തെല്ലാം ഒരുക്കങ്ങൾ ആവശ്യമുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. കാരണം കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നൃത്തം പഠിപ്പിക്കുന്നവരും വർഷങ്ങളായി നൃത്തം പഠിക്കുന്നവരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ഈ നൃത്ത സന്ധ്യ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ഈ വേദിയിൽ ഒന്ന് ആദരിക്കേണ്ടതുണ്ട്. അവരോട് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ആദരവ് നൽകുന്നതിനായി ഓരോരുത്തരെയായിട്ട് നമുക്ക് ക്ഷണിക്കാം. ആദ്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നണിയിലിരുന്ന് എല്ലാ സപ്പോർട്ടും നൽകുന്നവരെയും അവരോടൊപ്പം നൃത്തം ചെയ്ത് അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നവരെയുമാണ് ക്ഷണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മനോഹര ശബ്ദം കൊണ്ട് നമ്മളെ എല്ലാവരെയും ആനന്ദിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ മാഡത്തെ ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തെ പൊന്നാട അണിയിക്കുന്നതിനു വേണ്ടി നമ്മുടെ രക്ഷകർത്താക്കളിൽ ഒരാളായ നീതുവിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ടീച്ചറില്ലാതെ എന്ത് പരിപാടി? ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക എന്താണ്? മനോഹരമായ വേണുഗാനമല്ലേ? അപ്പോൾ നമുക്കിവിടെ മനോഹരമായ വേണുഗാനമായി ഓടക്കുഴൽ വായിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ശ്രീ RLV കണ്ണൻ പരമേശ്വരൻ. ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ ഒരു രക്ഷകർത്താവായ ശ്രീമതി ലതികയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്, നിങ്ങളെല്ലാവരും പലപ്പോഴും പത്രത്തിലും മീഡിയയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു മികച്ച നർത്തകൻ, ഭരതനാട്യ നൃത്ത ആവിഷ്കാരവുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനന്ദ് CS, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 2023-25 വർഷങ്ങളിലെ കലാപ്രതിഭാ പട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഒരു മികച്ച നർത്തകനാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി സോണിയ വേദിയിലേക്ക് എത്തുന്നു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു മാസ്റ്ററെയാണ്. ഞങ്ങളുടെ കുച്ചിപ്പുടി മാസ്റ്റർ ശ്രീ അദ്വൈത് സർ. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുച്ചിപ്പുടി നമുക്ക് കാണാൻ പറ്റും. കാരണം കുട്ടികൾക്കിടയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട്. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനും ആദരവ് നൽകുന്നതിനുമായി ശ്രീമതി അജിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നണിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത് വയലിൻ വാദകനായ ശ്രീ അഭിറാം രാമചന്ദ്രനാണ്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നതിനായി ശ്രീമതി കാർത്തിക, നമ്മുടെ രക്ഷകർത്താവായ കാർത്തികയെ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നൃത്തം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ RLV തൃപ്പൂണിത്തറയിൽ നിന്ന് PG സ്റ്റുഡൻസായ കുറേ പേരെത്തിയിട്ടുണ്ട്. നൃത്തം ജീവവായുവായി കൊണ്ട് നടക്കുന്ന അവരുടെയൊക്കെ നൃത്തവും മെയ് വഴക്കും ഒക്കെ കണ്ടു വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവാൻ, അല്ലേ? ഇത് തുടർന്ന് കൊണ്ടുപോകണോ, അരങ്ങേറ്റത്തോടെ നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇന്നാണ് അവർ തീരുമാനിക്കുക. നിങ്ങളുടെയൊക്കെ നൃത്തം കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുക ഇത് തുടർന്ന് പോകണോ, അരങ്ങേറ്റം കൊണ്ട് നിർത്തണോ എന്നുള്ളത്. അപ്പോൾ ഇവർ ഇത്രയും പേരും നമ്മുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിയത് അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടാവും, അല്ലേ? നൃത്തരംഗത്തേക്ക് ഇനിയും പുതുതലമുറയെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അവരിൽ RLV അലിഡ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. RLV അലിഡയെ ആദരിക്കുന്നതിനായി ശ്രീമതി റീനു എത്തുന്നു. ഇവരെല്ലാവരും തന്നെ ഭരതനാട്യം സ്റ്റുഡൻസ് ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായി RLV അമിത അനിൽ ആദരിക്കുന്നതിനായി ശ്രീമതി രാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. RLV അതുല്യ ചന്ദ്രൻ ആദരിക്കുന്നതിനായി ശ്രീമതി ഷൈനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. RLV ഹീര കൃഷ്ണ ആദരിക്കുന്നതിനായി ശ്രീമതി ജെറിൻ മരിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നൃത്തവും സംഗീതവും ഒക്കെ കുടുംബകാര്യമായി കൊണ്ടു നടക്കുന്ന രണ്ടുപേരാണ്. കലാമണ്ഡലം ഹരികൃഷ്ണൻ ആൻഡ് കലാമണ്ഡലം കാർത്തിക. നമുക്ക് വേണ്ടി നാട്ടുവാങ്കവും മൃദംഗവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ കുടുംബമാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവരെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ആശ, ദീപ എന്നിവരെത്തുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കല ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവരുടെ കുടുംബകാര്യമല്ലേ, അവർ രണ്ടുപേരും കൂടി ഉപഹാരം സ്വീകരിക്കട്ടെ, അല്ലേ? നമുക്ക് വീണാനാദം വളരെ ഇഷ്ടമാണ്. നമുക്ക് വീണാനാദവുമായി എത്തുന്നു മനോജ് അനന്തപുരി. അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമതി എലിസബത്ത്. ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഏറ്റവും പ്രിയങ്കരിയായ തൻവി മാഡം എത്തുകയാണ് ആദരവ് ഏറ്റുവാങ്ങാനായി. മാഡം ഇങ്ങനെ ഞെട്ടാണ്. ആഹാ, ഇനി എന്നെ വേദിയിലേക്ക് വിളിക്കുന്നു. വരൂ മാഡം. ഇന്നത്തെ ദിവസം ഇവിടുത്തെ പ്രധാനികൾ നമ്മുടെ അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികളും രക്ഷകർത്താക്കളും തന്നെയാണ്. അവരെ എല്ലാവരെയും നമുക്ക് പരിചയപ്പെടണ്ടേ? ആൻഡ്രിയ മേരി ലിജു എം ജോർജ് ആൻഡ് ദീപ തങ്കച്ചൻ. ലിജു എം ജോർജിൻ്റെയും ദീപ തങ്കച്ചൻ്റെയും മകളായ ആൻഡ്രിയ മേരി ലിജു. ഇവരെ 3 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് ആൻഡ്രിയ റോസ് ബിബിൻ. ബിബിൻ CT ആൻഡ് ആശ റോസ് മാമൻ. അടുത്തത് എലന രഞ്ജിത്ത് പണിക്കർ. കൈയടിക്കൊന്നും ശക്തിയില്ലല്ലോ. ഇവാഞ്ചലിൻ സാറ സൈജു. പാരൻസ് സൈജു തോമസ് ആൻഡ് ബിൻസി സൈജു. കൈയടിക്കൊന്നും അത്ര ശക്തി പോരാ കേട്ടോ. നിങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ?
ക്ഷീണിച്ചോ? ഐറിൻ എൽസ അജു. പിതാവ് അജു ജോൺ, മാതാവ് ജെറിൻ മരിയ. അനിയത്തിയുടെ പേര് എവലിൻ റോസ് സജു. കെസിയ മറിയം ബൈജു. ബൈജു പാപ്പച്ചൻ ആൻഡ് റീനു കോശി. കെസിയ മറിയം ബൈജു, ബൈജു പാപ്പച്ചൻ ആൻഡ് റീനു കോശി. അങ്ങോട്ട് സൈഡ്. ലിവിയ ടോണി. ടോണി ഗീവർഗീസ് ആൻഡ് ബിനി കുഞ്ഞപ്പൻ. ബ്രദറിൻ്റെ പേര് ലിയോൺ. ലിവിയ ടോണി. അടുത്തത് സന നിസാർ. മുഹമ്മദ് അബ്ദുൾ നിസാർ ആൻഡ് മുംതാസ് എ. നമ്മുടെ ഈ 8 കുട്ടികളാണ് ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അവർ വേദിയിലെത്തുകയാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നൽകേണ്ടത് മനോഹരമായ ഉയർന്ന ശബ്ദത്തിലുള്ള കൈയടികൾ നൽകിക്കൊണ്ടാവണം. കൈയടിക്കുന്നതിന് ഒരു പിശുക്കും വിചാരിക്കേണ്ട. കൈയടിക്കുന്ന ആരോഗ്യമൊക്കെ കൂട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ എക്സർസൈസും ആവും. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് വിഷു ഒക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും, സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എനർജിയൊക്കെ കുറച്ച് പോവട്ടെ, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ ഇന്ന് നല്ലൊരു നൃത്ത സായാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. താങ്ക് യു. ആദ്യ താളത്തിൽ ഗംഭീര നാട്ടരാഗത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നതിനായി വേദിയിലെത്തുന്നു ആൻഡ്രിയ മേരി ലിജു, ആൻഡ്രിയ റോസ് ബിബിൻ, എലീന രഞ്ജിത്ത് പണിക്കർ, ഇവാഞ്ചലിൻ സാറ സൈജു, ഐറിൻ എൽസ അജു, കെസിയ മറിയം ബൈജു, ലിവിയ ടോണി, സന നിസാർ.
അടുത്തതായി ഷൺമുഖപ്രിയ രാഗത്തിൽ ആദിതാളത്തിൽ ഷൺമുഖപ്രിയ സ്തുതിയുമായി നമുക്ക് മുന്നിലെത്തുന്നു RLV തൻവി സുരേഷ്, RLV അലിഡ SG, RLV അമിത അനിൽ, RLV അതുല്യ ചന്ദ്രൻ, RLV ഹീരകൃഷ്ണ. തിരുപ്പുകൾ എന്ന കീർത്തനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ അരുണാഗിരിനാഥർ. നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ ശരൺ മോഹൻ. rum dun num. That thing in a tum
சூரர்க்கும் குல காலா நாள் அந்த வேதத்தின் பொருளோனே நான் என்று மார்த்தட்டும் பெருமாளே வேல் கொண்டு வேலை படரிவானே வீரம் கொள் சூரர்க்கும் குல காலா நாள் அந்த வேதத்தின் பொருளோனே நான் என்று மார்த்தட்டும் பெருமாளே താളത്തിൽ കീരവാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ദേവി നീയേ തുണൈ എന്ന മധുര മീനാക്ഷി സ്തുതിയുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ വേദിയിലേക്ക് എത്തുന്നു. ആൻഡ്രിയ മേരി ലിജു, ആൻഡ്രിയ റോസ് ബിബിൻ, എലൈന രഞ്ജിത്ത് പണിക്കർ, എവാഞ്ചലിൻ സാറ ഷൈജു, ഐറിൻ എൽസ അജു, കെസിയ മറിയം ബൈജു, ലിവിയ ടോണി, സന നിസാർ. தேவி நீயே துணை தென் மதுரை
ഗോപാലകൃഷ്ണ ഭാരതി സംഗീതം നൽകി നാട്യകലാ വിഭഞ്ചി ശ്രീ BK ഷഫീഖുദ്ദീൻ ചുവടുകൾ ചിട്ടപ്പെടുത്തിയ മഹാദേവ കീർത്തനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനായി എത്തുന്നു. സർവശ്രീ RLV തൻവി സുരേഷ്, അലിഡ SG, RLV അമിത അനിൽ, RLV അതുല്യ ചന്ദ്രൻ, RLV ഹീര കൃഷ്ണ. ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദി താളത്തിൽ സിന്ധു ഭൈരവി രാഗത്തിൽ. தத்தி என்றாடுவான், தத்தி என்றாடுவான், அவன் தத்தி என்றாடுவான், தத்தி என்றாடுவான், அவன் தத்தி என்றாடுவான், தத்தி என்றாடுவான், தத்தி என்றாடுவான், தத்தி என்றாடுவான், அவன் தத்தி என்றாடுவான், தத்தி என்றாடுவான், அவன் தத்தி என்றாடுவான், தத்தி என்றாடுவான், அவன் தத்தி என்றாடுவான், தத்தி தக்கிட்டத்தை என்றாடுவான், அவன் சொந்தகிட்டத்தை என்றாடுவான், தீம் தக்கிட்டத்தை என்றாடுவான், அவன் பூந்தகிட்டத்தை என்றாடுவான், தாத்தை என்றாடுவான், தக்கிட்டத்தை என்றாடுவான், அவன் சொந்தகிட்டத்தை என்றாடுவான், தாத்தை என்றாடுவான், அவன் தருதீதை என்றாடுவான், தாத்தை என்றாடுவான், அவன் தருதீதை என்றாடுவான், தாத்தை என்றாடுவான், அவன் தருதீதை என்றாடுவான், தாத்தீதை என்றாடுவான், தருதீதை என்றாடுவான்.
ജന്ത ദിന്ദീം തരികിടതക ജനുദിന്ദീം തരീങ്കിണതും 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 ദീം തരീം തകദീം തക ജനുദിന്ദീം തകിട ജന്ത ദിന്ദീം തരികിടതക ജനുദിന്ദീം തരീങ്കിണതും 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 തത്തീകിഴാടുവാൻ അവൻ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവൻ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവൻ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവൻ തത്തീകിഴാടുവാൻ 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 അടുവാൻ അടുവാൻ അണ്ടചരാചരം എങ്ങോ നടുങ്ങ ആദിശേഷനാർ മുടികൾ നെരുങ്ങ അണ്ടചരാചരം എങ്ങോ നടുങ്ങ ആദിശേഷനാർ മുടികൾ നെരുങ്ങ പാർപ്പുകൾ ചിദംബര ചിദംബരനാഥൻ ഗോപാല കൃഷ്ണൻ പണിതേത്തിയ പാദൻ ഗോപാല കൃഷ്ണൻ പണിതേത്തിയ പാദൻ തദീം തകദീം തകജനുദിം ദീം തകിട ജന്തദിം ദീം ദീം തദീം തകദീം തകജനുദിം ദീം തകിട ജന്തദിം ദീം തരികിടതക ജനുദിം ദീം തരീകിടതും 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 തരികിടതക ജനുദിം തരീകിടതും 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 തരികിടതക ജനുദിം തരീകിടതും 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 തത്തീകിഴാടുവാൻ അവർ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവർ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവർ തത്തീകിഴാടുവാൻ തത്തീകിഴാടുവാൻ അവർ തത്തീകിഴാടുവാൻ ഭരതനാട്യ നൃത്ത ആവിഷ്കാരവുമായി എത്തുന്നത് ഒരു അതുല്യ പ്രതിഭയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 2023-25 വർഷങ്ങളിൽ കലാപ്രതിഭാ പട്ടം സ്വന്തമാക്കിയ ശ്രീ ആനന്ദ് CS വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ.
ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. தீம் ஜும் கதி கிட்டத்தக்க தரி கணா ஜுன்னு கதிமி திமி தத ஜம் தரி கிட்டத்தக்க தை தரி கணா ஜுன்னு கதிமி தீம் ஜம் தரி கிட்டத்தக்க தரி கணா ஜுன்னு கதிமி திமி தத ஜம் தரி கிட்டத்தக்க தை தரி கணா ஜுன்னு கதிமி தீம் ஜம் தரி கிட்டத்தக்க திமி தத झुम कदि किटा तक धीम दा झुम दिमि तदा झुम दा झुम तदिमि दा धिंग धिंग ना तुम धीम दा झुम कदि किटा तक धीमि तदा झुम कदि किटा तक धीम दा झुम दिमि तदा झुम दा झुम तदिमि दा धिंग धिंग ना तुम दा धिंग धिंग ना तुम किटा तक धरि किटा तुम दा धिंग धिंग ना तुम किटा तक धरि किटा तुम किटा तक धरि किटा तुम दा धिंग ஆடிக்கொண்டாரந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. ஆடிக்கொண்டார் அந்த வேடிக்கை காண ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. ஆடிக்கொண்டாரந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. ஆடிக்கொண்டாரந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. நாடி துதிப்பவர் பங்கில் உறைபவர் நாடி துதிப்பவர் பங்கில் உறைபவர் நாடி துதிப்பவர் பம்பலவாணர் நம்பர் திருச்செங்கொன் பம்பலவாணர் நாடி துதிப்பவர் பங்கில் உறைபவர் நம்பர் திருச்செம்பொன் அம்பலவாணர் ஆடிக்கொண்டாரந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ. நவமணி மாலைகள் நாட ஆடும் மரவம் படம் விரித்தாட நவமணி மாலைகள் நாட ஆடும் மரவம் படம் விரித்தாட சீரணி கொன்றை மலர் தொடையாட சிதம்பர தேராட நவமணி மாலைகள் நாட ஆடும் மரவம் படம் விரித்தாட சீரணி கொன்றை மலர் தொடையாட சிதம்பர தேராட பேரணி வேதியர் தில்லை 3000 பேர்களும் பூசித்து கொண்டு நின்றாட பேரணி வேதியர் தில்லை 3000 பேர்களும் பூசித்து கொண்டு நின்றாட காரணி காளி எதிர்த்து நின்றாட கனகச
சபை தனிலே காரணி காளி எதிர்த்து நின்றாட கனக சபை தனிலே ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ ஆடிக்கொண்டார் அந்த வேடிக்கை காண கண்ணாயிரம் வேண்டாமோ கண்ணாயிரம் வேண்டாமோ கண்ணாயிரம் வேண்டாமோ. ചിന്നഞ്ചുരുക്കിളിയെ മാതാപിതാക്കൾക്ക് തങ്ങളോട് കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലുമാണ് ഈ കവിതയിൽ ഭാരതിയാർ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ CR സുബ്ബരാമനും ശ്രീ ശ്രീകാന്ത് ഗോപാലകൃഷ്ണൻ സാർ. നൃത്ത സംവിധാനം ആനന്ദ് CS. சின்னஞ்சீரு கிளியே கண்ணம்மா சின்னஞ்சீரு கிளியே கண்ணம்மா செல்வ களஞ்சியமே சின்னஞ்சீரு கிளியே கண்ணம்மா செல்வ களஞ்சியமே சின்னஞ்சிறு கிளியே கண்ணம்மா செல்வ களஞ்சியமே என்னை கலி தீர்த்தே உலகில் ஏற்றம் புரிய வந்தாய் என்னை கலி தீர்த்தே உலகில் ஏற்றம் புரிய வந்தாய் சின்னஞ்சிறு கிளியே கண்ணம்மா செல்வ களஞ்சியமே பிள்ளைக்கனி அமுதே அமுதே பிள்ளைக்கனி அமுதே கண்ணம்மா பேசும் பொற்சித்திரமே பிள்ளைக்கனி அமுதே கண்ணம்மா பேசும் பொற்சித்திரமே அள்ளி அணைத்திடவே என் முன்னே ஆடி வரும் தேனே அள்ளி அணைத்திடவே என் முன்னே ஆடி வரும் தேனே சின்னஞ்சீரு கிளியே கண்ணம்மா செல்வ களஞ்சியமே ஓடி வருகையிலே கண்ணம்மா ஓடி வருகையிலே கண்ணம்மா உள்ளம் குளிருதடி ஓடி வருகையிலே கண்ணம்மா உள்ளம் குளிருதடி
ஆடித்திரிதல் கண்டால் உன்னை போய் ஆவி தழுவுதடி. ஆடித்திரிதல் கண்டால் உன்னை போய் ஆவி தழுவுதடி. உச்சி தன்னை முகந்தால் கருவம் ஓங்கி வளருதடி. உச்சி தன்னை முகந்தால் கருவம் ஓங்கி வளருதடி. மெச்சி உன்னை ஊரார் புகழ்ந்தால் மேனி சிலிர்க்குதடி. மெச்சி உன்னை ஊரார் புகழ்ந்தால் மேனி சிலிர்க்குதடி. கன்னத்தில் முத்தம் இட்டால் கன்னத்தில் முத்தம் இட்டால் உள்ளம்தான் கள்வெறி கொள்ளுதடி. கன்னத்தில் முத்தம் இட்டால் உள்ளம்தான் கள்வெறி கொள்ளுதடி. உன்னை தழுவிடிலோ கண்ணம்மா உன்மத்தம் ஆகுதடி. உன்னை தழுவிடிலோ கண்ணம்மா உன்மத்தம் ஆகுதடி. சற்று முகம் சிவந்தால் மனது சஞ்சலம் ஆகுதடி. சற்று முகம் சிவந்தால் மனது சஞ்சலம் ஆகுதடி. நெற்றி சுருங்க கண்டால் எனக்கு நெஞ்சம் பதைக்குதடி. நெற்றி சுருங்க கண்டால் எனக்கு நெஞ்சம் பதைக்குதடி. உன் கண்ணில் நீர் வழிந்தால் கண்ணம்மா உன் கண்ணில் நீர் வழிந்தால் என் நெஞ்சில் உதிரம் கொட்டுதடி. உன் கண்ணில் நீர் வழிந்தால் என் நெஞ்சில் உதிரம் கொட்டுதடி. என் கண்ணின் பாவையன்றோ கண்ணம்மா. என் கண்ணின் பாவை என்றோ கண்ணம்மா. என் உயிர் நின்னதன்றோ என் உயிர் நின்னதன்றோ என் உயிர் நின்னதன்றோ. சொல்லு மழலையிலே கண்ணம்மா துன்பங்கள் தீர்த்திடுவார். சொல்லு மழலையிலே கண்ணம்மா துன்பங்கள் தீர்த்திடுவார். முல்லை சிரிப்பாலே எனது மூர்க்கம் தவிர்த்திடுவாய். முல்லை சிரிப்பாலே எனது மூர்க்கம் தவிர்த்திடுவாய். இன்பக் கதைகள் எல்லாம் உன்னை போல் ஏடுகள் சொல்வதுண்டோ. இன்பக் கதைகள் எல்லாம் உன்னை போல் ஏடுகள் சொல்வதுண்டோ. அன்பு தருவதிலே உனை நேராகுமோர் தெய்வம் உண்டோ. அன்பு தருவதிலே உனை நேராகுமோர் தெய்வம் உண்டோ. மார்பில் அணிவதற்கே உன்னை போ
போல் வைரமணிகள் உண்டோ மார்பில் அணிவதற்கே உன்னை போல் வைரமணிகள் உண்டோ சீர்பெற்று வாழ்வதற்கே உன்னை போல் செல்வம் பெரிதும் உண்டோ சீர்பெற்று வாழ்வதற்கே உன்னை போல் செல்வம் பெரிதும் உண்டோ சின்னஞ்சிறு கிளியே கண்ணம்மா செல்வ களஞ்சியமே என்னை களி தீர்த்த உலகில் ஏற்றம் புரிய வந்தாய் சின்னஞ்சிறு கிளியே கண்ணம்மா செல்வ களஞ்சியமே என்னை களி தீர்த்த உலகில் ஏற்றம் புரிய வந்தாய் கண்ணம்மா 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 கண்ணம்மா